ഈ ഞെരുക്കം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ഞെരുക്കങ്ങളുണ്ട്. നമ്മൾ ഞെരുക്കം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്ന വിഷയം സാമ്പത്തിക ഞെരുക്കമാണ്. നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? സാമ്പത്തിക ഞെരുക്കമുണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. ലോകത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തത്. എന്നാൽ ആ ഞെരുക്കത്തിൽ, ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മളെ രക്ഷിച്ച് നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾക്ക് ഒരു വിശാലത വരുത്തി തരുവാൻ, ഒരു പുരോഗതി വരുത്തി തരുവാൻ, ഒരു അഭിവൃദ്ധി വരുത്തി തരുവാൻ, ഒരു ഐശ്വര്യ സമ്പൂർണമായ ഒരു മണ്ഡലത്തിൽ നമ്മളെ ആക്കുവാൻ ദൈവത്തിന് കഴിയും, നമ്മുടെ കർത്താവിന് കഴിയും. അങ്ങനെയല്ലേ ഫിലിപ്പിയ ലേഖനം പറയുന്നത്? എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ ഇച്ചിരി തീർത്തരുന്നാണോ? കുറച്ച് കാര്യങ്ങൾ തീർത്തരുന്നാണോ? അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഫിലിപ്പിയ ലേഖനം 4:19 വളരെ കൃത്യമായി പറയുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും. ഈ പ്രസംഗം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം സംസാരിക്കുന്നത്, നിങ്ങളൊരു സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ, ഞെരുക്കത്തിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ ബൈബിളിലെ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും തീർത്തു തരും. അങ്ങനെയുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പൂർണ്ണമായും തീർത്തു തരും. ഞെരുക്കത്തിലാണെങ്കിൽ ദൈവം ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരുമ്പോൾ നമ്മൾ എവിടെ എത്തിച്ചേരും? ഒരു വിശാല സ്ഥലത്തെത്തും. ഈ ഞെരുക്കം എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമല്ല. രോഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ട്. മരുന്ന് കഴിച്ചിട്ടും, ഡോക്ടർമാരെ കണ്ടിട്ടും, ഡയറ്റ് നിയന്ത്രിച്ചിട്ടും, എല്ലാം ചെയ്തിട്ടും മാറാത്ത പല രോഗങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെ ശരീരങ്ങളിലുണ്ട്. അതും വഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. അതെല്ലാം എന്താണ്? ഞെരുക്കമാണ്. നമ്മൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. മറ്റുള്ളവർ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ യേശുവിനെ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് പാപം ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ വന്നതിന്റെ പേരിൽ നിന്ദകളിലൂടെ, കുത്തുവാക്കുകളിലൂടെ, പരിഹാസങ്ങളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് പറയട്ടെ, നിങ്ങളൊരു ഞെരുക്കത്തിന്റെ അവസ്ഥയിലാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുവിന് വേണ്ടി സത്യസന്ധതയോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. യേശു അതല്ലേ പറഞ്ഞത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഷ്ടമില്ലെന്ന് യേശു പറഞ്ഞോ? ഉണ്ട്, ഉണ്ടെന്നാ പറഞ്ഞത്. ഇന്ന് കുറെ സുവിശേഷകന്മാർ ഇറങ്ങിയിട്ടുണ്ട്, കുറെ സഭക്കാർ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ, സഭയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കഷ്ടവുമില്ല, ഒരു രോഗവുമില്ല. തെറ്റാണ്. അവരാ പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത് തെറ്റാണ്. അത് കേട്ട് വിശ്വസിച്ച് സഭയിൽ വരുന്നവർ പ്രതികൂലം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ ഈ വിശ്വാസം ഇട്ട് പൊയ്ക്കളയും. പിന്നെ ഒരിക്കലും അവർ വരില്ല. യേശു പഠിപ്പിച്ചതാണ് നമ്മൾ പഠിപ്പിക്കാൻ പാടുള്ളൂ. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. യേശു അതിനെല്ലാം ജയിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന നമുക്കും ജയിക്കാൻ സാധിക്കും, നമുക്കും ജയിക്കാൻ പറ്റും. അപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് കഷ്ടങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ പോലെ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം എന്താണ്? ഞെരുക്കമാണ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലുള്ള വ്യത്യസ്തമായ ഞെരുക്കങ്ങളുടെ മണ്ഡലങ്ങളാണ്. ഈ അവസ്ഥയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കരഞ്ഞ് നിലവിളിച്ച്, അയ്യോ, വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ, കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ, പെന്തക്കോസ്ത് സഭയിൽ വന്നതിന്റെ പേരിൽ ഇതൊക്കെ അനുഭവിക്കാൻ ഇടയായല്ലോ കർത്താവേ, വരേണ്ടില്ലായിരുന്നു, സഭയിലേക്ക് വരേണ്ടില്ലായിരുന്നു എന്ന് പറയാനാണോ? എന്ന് ചിന്തിക്കാനാണോ? ഒരിക്കലുമല്ല. നമ്മൾ എന്ത് ചെയ്യണം?
ഞെരുക്കങ്ങളുടെ ഈ വ്യത്യസ്തമായ മണ്ഡലങ്ങൾ ഞാനും നിങ്ങളും അനുഭവിക്കുമ്പോൾ, നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ, മരണനിഴലിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ ആരുണ്ട്? യേശു ക്രിസ്തുവുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ക്രിസ്തുനാഥൻ നമ്മുടെ കൂടെയുണ്ട്. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഞെരുക്കത്തെയും, ഒരു കഷ്ടതയെയും, ഒരു പ്രതിബന്ധങ്ങളെയും, ഒരു പരിഹാസത്തെയും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ, ദൈവത്തെ തന്നെ വിളിച്ചപേക്ഷിക്കണം, ക്രിസ്തുവിനെ തന്നെ വിളിച്ചപേക്ഷിക്കണം. വേറെ ആരും വിളിച്ചപേക്ഷിച്ചിട്ട് കാര്യമില്ല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കരുത്. ഈ സങ്കീർത്തനം എന്താ പറയുന്നത്? പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രതിബന്ധങ്ങൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, പതറാതെ കർത്താവിൽ തന്നെ അഭയം അണഞ്ഞുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ, വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. പ്രാർത്ഥനയാണ് അതിനുള്ള ആയുധം. പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. കരഞ്ഞു നിലവിളിച്ച് സങ്കടപ്പെട്ട് നിരാശപ്പെട്ടു പോകാനല്ല, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുവിക്കും. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനായിരുന്നു ദാവീദ്. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ട് രാജാവായി. പക്ഷെ രാജസ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയില്ല. രാജാവാണ്, പക്ഷേ രാജകൊട്ടാരത്തിലോ രാജസിംഹാസനത്തിൽ ഇരിക്കാൻ സാധിച്ചില്ല. ശൗല് ഇട്ട് ഓടിക്കാൻ തുടങ്ങി. നമുക്ക് ആ ചരിത്രമൊക്കെ പഴയ നിയമത്തിൽ അറിയാം. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പ്രാണരക്ഷാർത്ഥം ദാവീദ് ഓടുകയാണ്. എവിടെയെല്ലാം പോയി ആ മനുഷ്യൻ ഒളിച്ചിരുന്നു. ആ പോകുന്ന പോക്കിലെല്ലാം ദൈവത്തിൽ അഭയമണഞ്ഞുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ മനുഷ്യൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒടുക്കം എന്താ സംഭവിച്ചത്? ദൈവം വിടുവിച്ചു. ശൗല് കൊല്ലപ്പെട്ടു. മാത്രമല്ല, നമ്മൾ ചിന്തിക്കണം, ഈ ദാവീദിനെ ദൈവം വിശാല സ്ഥലത്താക്കി. ഞെരുക്കത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നും ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി ദൈവം വിശാല സ്ഥലത്ത് കൊണ്ടെത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാല വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും അവിടെ എത്തിക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. ദാവീദ് മാത്രമല്ല, മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കള് ഈജിപ്റ്റ്, മിസ്രയീം അവിടെ നിന്നവര് മുന്നോട്ട് പോവുകയാണ്. ചെങ്കടലിന്റെ തീരത്തെത്തി. നമുക്കറിയാവുന്ന സംഭവമാണ്. ചെങ്കടൽ കടന്നു പോകാൻ കപ്പലില്ല, വഞ്ചിയില്ല, പാലമില്ല, ഒന്നുമില്ല. അവർക്ക് അപ്പുറം പോയേ പറ്റൂ. അവർ പിന്തിരിഞ്ഞ് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ഫറവോനും സൈന്യവും ആയുധങ്ങളുമായിട്ട് അവരെ നശിപ്പിക്കാനായിട്ട് വരുന്നു. മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോനും സൈന്യവും. നമ്മൾ സാധാരണ ഒരു വാക്ക് പറയണല്ലോ, കടലിനും പിശാച്ചിനും ഇടയിൽ ആയ ഒരു അന്തരീക്ഷം. ഇങ്ങനെയുള്ള അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറില്ലേ? ഇല്ലേ? മുമ്പിലും പ്രശ്നം, പുറകിലും പ്രശ്നം. മുന്നോട്ടും പോകാൻ പറ്റുന്നില്ല, പുറകോട്ടും പോകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ചില ദുസ്ഥിതികൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഇസ്രായേൽ മക്കളും മോശയും അങ്ങനെ ഒരു അന്തരീക്ഷത്തിലായി, ഞെരുക്കത്തിലായി. അവര് ഞെരുക്കത്തിലായി. അവിടെ ഇവിടെ നിന്നും അവരെ പ്രസ് ചെയ്തു. ഇസ്രായേൽ മക്കൾ ഇപ്പോൾ കുറ്റമെല്ലാം ആർക്കാ കൊടുക്കുന്നത്? മോശക്കെതിരായി. മോശെ, നീ ഒരുത്തൻ കാരണമാണ് ഞങ്ങൾ ഈ ഗതികേടിലെത്തിയത്. എല്ലാവരും മോശക്കെതിരായി. എന്നാൽ മോശ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും, ദൈവമേ, നീ പറഞ്ഞിട്ടാണ് ഇത്ര അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച് നിന്റെ ജനത്തെയും കൊണ്ട് ഞാനിവിടെ വന്നത്. ഈ ചെങ്കടൽ തീരത്ത് വെച്ച് ഫറവോനും സൈന്യവും വെട്ടിക്കൊല്ലുവാൻ ഇടയാക്കാനാണോ കർത്താവേ ഇത്രയും പങ്കപാടുകൾ സഹിച്ചവരെ കൊണ്ടുവന്നത്? അദ്ദേഹം എത്രമാത്രം വിഷമിച്ചു പോയിട്ടുണ്ടാകും. അദ്ദേഹം ദൈവസന്നിധി നിലവിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ നിലവിളി കേട്ടപ്പോൾ ദൈവം ഉത്തരമരുളി. മോശ, നിന്റെ കരച്ചിൽ നിർത്താൻ പറഞ്ഞു. നിന്റെ കരച്ചിൽ നിർത്തു. ഉത്തരം കൊടുക്കുകയാണ്. നിന്റെ കയ്യിൽ ഞാൻ എന്ത് തന്നിട്ടുണ്ട്? ഒരു വടി തന്നിട്ടുണ്ട്. അത് വേറും വടിയല്ല, അതൊരു അത്ഭുത വടിയാണ്. നമ്മുടെ എല്ലാവരുടെ കയ്യിൽ എന്ത് തന്നിട്ടുണ്ട്?
ഓരോ വടി തന്നിട്ടുണ്ട്. അത്ഭുതത്തിന്റെ വടി, വിശ്വാസത്തിന്റെ വടി, ഭക്തിയുടെ വടി, പ്രത്യാശയുടെ വടി എന്റെയും നിങ്ങളുടെ കൈകളിൽ തന്നിട്ടുണ്ട്. ആ വടി നമ്മുടെ പ്രതികൂലങ്ങൾക്ക് നേരെ നീട്ടുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ അത്ഭുതം കാണാൻ പോവുകയാണ്. മോശ അത് ചെയ്തു. ആ വടി ദൈവം പറഞ്ഞ പോലെ നീട്ടി, ചെങ്കട നേരെ നീട്ടി. അന്ന് രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റടിച്ച് ചെങ്കട രണ്ടായി പിളർന്നു. അത് രണ്ട് മതിൽ പോലെ നിന്നു. ഉണങ്ങിയ നിലം ദൈവം പ്രത്യക്ഷമാക്കി. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ ആ ചെങ്കടലിലൂടെ, ആ ഉണങ്ങിയ നിലത്തിലൂടെ അവർ അക്കരെ കടന്നു. ഇത് അത്ഭുതമല്ലേ? അവരെ ദൈവം വിശാല സ്ഥലത്തെത്തിച്ചു. അവരെല്ലാം കടന്ന ശേഷം ഫറവോനും സൈന്യവും അതുപോലെ കടക്കാൻ ശ്രമിച്ചു. അപ്പോൾ വീണ്ടും ആ ചെങ്കടൽ ഒന്നായി തീർന്നു. ഫറവോനും സൈന്യവും മുങ്ങി ചത്തുപോയി. ഞെരുക്കത്തിൽ ഞാൻ ഇരുന്നപ്പോൾ വിളിച്ചപേക്ഷിച്ചു, നീ എനിക്ക് വിശാലത വരുത്തി. ഇത് നമുക്കും പ്രാപിക്കാൻ കഴിയും. ഞാൻ വേഗത്തിൽ പോവുകയാണ്. യോന കടൽ മത്സ്യത്തിന്റെ വയറ്റിലിരുന്നു കൊണ്ട് അയ്യം വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. മര്യാദക്ക് ദൈവം പറഞ്ഞതുപോലെ പോകേണ്ടടുത്ത് പോയി പ്രവചിച്ചിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നോ? നേരെ മറിച്ചു പോയപ്പോൾ കടൽ മത്സ്യം വിഴുങ്ങി, തിമ്മിങ്കലം വിഴുങ്ങി. ഇപ്പോൾ തിമ്മിങ്കലത്തിന്റെ വയറ്റിലിരുന്നു കൊണ്ട് കരയാൻ തുടങ്ങി. കാരണം ആ തിമ്മിങ്കലത്തിന്റെ ആ വയറ്റിലുള്ള ഞെരുക്കത്തിൽ, ആ മരണത്തിന് കണക്ക് ഇനി അധികം നേരം ഇരുന്നു കഴിഞ്ഞാൽ അവൻ ആ വയറ്റിൽ കിടന്ന് ദഹിച്ച് ആ മത്സ്യത്തിന്റെ ശരീരഭാഗമായി മാറും. അവന് മനസ്സിലായി. ആ ഞെരുക്കത്തിൽ ഇരുന്നു കൊണ്ട്, ആ മരണത്തിന്റെ ഞെരുക്കത്തിൽ ഇരുന്നു കൊണ്ട് യോന പ്രവാചകൻ കരഞ്ഞു വിളിച്ചപേക്ഷിച്ചു. ദൈവം ഉത്തരമരളി. കടൽ മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചപ്പോൾ കരക്ക് കൊണ്ട് അവന് ഛർദ്ദിച്ചിട്ടു. ഞാൻ ഞെരുക്കത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, നീ എനിക്ക് വിശാലത വരുത്തി. കന്നക്കൊരു കുഞ്ഞില്ലായിരുന്നു. അവൾ നിന്ദിക്കപ്പെട്ടവളായി, പരിഹസിക്കപ്പെട്ടവളായി അവൾ ജീവിതത്തിൽ മുന്നോട്ട് പോയി. അവൾ ദേവാലയത്തിൽ വന്ന് ഒരു കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളുടെ ശാന്തമായ പ്രാർത്ഥന കണ്ടിട്ട് പുരോഹിതൻ പോലും തെറ്റിദ്ധരിച്ചു. വീഞ്ഞു കുടിച്ചു വന്നവളാണെന്ന് പറഞ്ഞ് അവളെ കളിയാക്കി, നിന്ദിച്ചു. അവിടെ എല്ലാം ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് മക്കളില്ലാത്തവൾ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയ മണ്ഡലത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ദാൻ മുതൽ ബേർശേബ വരെ പ്രസിദ്ധനായ ഒരു മകനെ, ശമൂവേൽ പ്രവാചകനെ ദൈവം കൊടുത്തു. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ യഹോവ എന്നെ വിളിച്ച് വിശാല സ്ഥലത്താക്കി. അപ്പോസ്തലനായ പൗലോസും ശീലാസും അവർ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുകയാണ്. അവർ ബന്ധിക്കപ്പെട്ടത് എന്തിനാണെന്ന് നമുക്കറിയാം. സുവിശേഷം പറഞ്ഞതിന്റെ പേരിലാണ്. ഒരു ബാലികയുടെ ശരീരത്തിലുള്ള ഭൂതത്തെ പുറത്താക്കിയതിന്റെ പേരിലാണ് അവർ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നത്. കൂടെ കുറെ ജയിൽ പുള്ളികളുമുണ്ട്. വാതിലൊക്കെ അടച്ച് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ ദാസന്മാർ ആ തടവ് പുള്ളികളുടെ നടുവിൽ കിടക്കുകയാണ്. അർദ്ധരാത്രിയായപ്പോൾ അവർക്ക് വെറുതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. കൈയടിച്ചു പാടാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. പക്ഷേ അർദ്ധരാത്രിയായപ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. എന്തെല്ലാമാണ് അവിടെ സംഭവിച്ചത്? ആ ഞെരുക്കത്തിൽ, ജയിലറയ്ക്കുള്ളിലുള്ള ഞെരുക്കത്തിൽ ദൈവത്തിന്റെ ദാസന്മാർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, ആരാധിച്ചപ്പോൾ അവിടെ വലിയ ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകളൊക്കെ തുറന്നുപോയി, ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാ തടവ് പുള്ളികളുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാവരും ഇപ്പൊ എവിടെ എത്തി? ഒരു വിശാല സ്ഥലത്തെത്തി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ, നമ്മുടെ നിന്ദകളിൽ, നമ്മുടെ പരിഹാസങ്ങളിൽ ഈ ദൈവദാസന്മാരെ പോലെ, ഈ ദൈവദാസിമാരെ പോലെ വിളിച്ചപേക്ഷിക്കുവാൻ, യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, യേശുവിന്റെ നാമത്തെ ആരാധിക്കുവാൻ, യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുവിന്റെ നാമത്തെ സ്തുതിക്കുവാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഒരു വിടുതൽ ഉറപ്പാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അഭിഷേകം പകർന്നു തന്ന് ദൈവം നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ. ദാവീദിനെ വിടുവിച്ചതുപോലെ, ഹന്നയെ വിടുവിച്ചതുപോലെ, ഇസ്രായേൽ മക്കളെ വിടുവിച്ചതുപോലെ, മോശയെ വിടുവിച്ചതുപോലെ, അപ്പോസ്തലന്മാരെ വിടുവിച്ചതുപോലെ എന്നെയും നിങ്ങളെയും വിടുവിച്ചിരിക്കും. ഞാൻ ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ എന്നെ വിളിച്ച് വിശാല സ്ഥലത്തെത്തിച്ചു.